വിദ്യാർത്ഥികളോട് ബോധവൽക്കരണങ്ങൾ നടത്തി. ധാർമ്മിക പക്ഷത്ത് വിദ്യാർത്ഥികളെ ഒരുമിച്ച് നിർത്തി അതിനുവേണ്ട ആശയ പരിസരം ഒരുക്കി കൊടുക്കുകയാണ് വിസ്ഡം സ്റ്റുഡൻസ് ഈ കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ചെയ്തത് എന്നതാണ്. ഇവിടെ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ ആളുകൾക്ക് അവരുടേതായ പങ്ക് ഈ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി നിർവഹിക്കാനുണ്ട്. ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള ഭരണകൂടത്തിന്റെ കയ്യിലുള്ള ഫോഴ്സും നിയമവും അത് വെച്ച് ഏറ്റവും ശക്തമായി തന്നെ ഈ നാടിനെ കാർന്നു തിന്നുന്ന നാടിന്റെ സ്വന്തത്തായ വിദ്യാർത്ഥികളുടെയും യുവത്വത്തിന്റെയും ഒക്കെ കർമ്മശേഷിയെ ഇല്ലാതാക്കി കളയുന്ന സിന്തറ്റിക് ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം നടത്തുന്നതിനാവശ്യമുണ്ട്. അതിന് ശക്തമായ നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഇവിടെ നേരത്തെ ചർച്ചയിലേക്ക് ഉയർന്നു വന്നതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ലഹരിക്കെതിരെയുള്ള അല്ലെങ്കിൽ ലഹരി നിർമ്മാർജ്ജനത്തിനോ അത് ഇല്ലാതാക്കുവാനോ ഉള്ള നിയമങ്ങൾ ദുർബലമാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എത്ര ഗ്രാം കയ്യിൽ വെച്ചാലാണ് ആൾജാമ്യത്തിൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുക എന്ന് കരിയർമാർ മുതൽ അങ്ങോട്ടുള്ള ഈ ശ്രേണിയിലെ ഈ ഇത്തരം ലഹരിയുടെ മാഫിയകളായ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് വളരെ ബോധപൂർവം തന്നെയാണ്. ആ ബോധ്യത്തിലും ആ വിദ്യാഭ്യാസത്തിലും നിന്നുകൊണ്ട് തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായ നിയമ സംവിധാനം ഉണ്ടാകണം. ഗവൺമെന്റിന്റെ കയ്യിലുള്ള എല്ലാ ഫോഴ്സുകളെയും റിസോഴ്സുകളെയും പൂൾ ചെയ്ത് ഇതിനെതിരെ ഒരു പോരാട്ടത്തിന് ഗവൺമെന്റ് കളമൊരുക്കണം. നമ്മുടെ നിയമസഭ വളരെ പോസിറ്റീവായി അത്തരം ചർച്ചകൾ ചെയ്തത് നമ്മൾ കണ്ടു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളെ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തങ്ങളായ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തെ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ തലസ്ഥാനത്ത് നിയമസഭയിൽ വെച്ച് വിളിച്ചു ചേർത്തിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ സക്രിയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക്, വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലക്ക് വിസ്ഡം സ്റ്റുഡൻസിനും ക്ഷണം ലഭിച്ചിരുന്നു. അങ്ങനെ കിട്ടിയ ഒരു അവസരത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിന്റെയും അടക്കമുള്ള മന്ത്രിമാരുടെയും ഗവൺമെന്റ് ബ്യൂറോക്രാറ്റ്സിന്റെയും ഒപ്പം വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സാരഥികളോടുമൊക്കെ ഇതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള മാർഗരേഖ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നത്, അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നത് ഗവൺമെന്റിന്റെ തലത്തിൽ, ഭരണകൂടത്തിന്റെ തലത്തിൽ എന്തൊക്കെ നിർവഹിക്കാൻ സാധിക്കുമെന്ന് പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകാൻ ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സാധിച്ചിട്ടുണ്ട്. ഈ കൂടിയിരിക്കുന്ന, നേരത്തെ പറഞ്ഞല്ലോ, വിദ്യാർത്ഥികളോട് അവരുടെ ക്യാമ്പസിലും അവരുടെ സ്കൂളുകളിലും ഒക്കെ അവരോട് സംവദിച്ചു കഴിഞ്ഞു. അവരെ ഒരുമിച്ച് കൂട്ടി നിർത്താനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇടുക്കിയിലെ തൊടുപുഴയിൽ നിന്ന് സംസ്ഥാനതല ഉദ്ഘാടനം ആരംഭിച്ച് കേരളത്തിലെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വാഹന പ്രചരണങ്ങളായും അതിനുശേഷം സന്ധ്യാസമയങ്ങളിലെ ധർമ്മസമര സംഗമങ്ങളായും കേരളത്തിനകത്തും പുറത്തും ഇങ്ങനെയുള്ള സംഗമങ്ങൾ വിളിച്ചു ചേർക്കപ്പെടുന്നു. ഇവിടെ നമ്മൾ പറയുന്നത്, ഈ ശബ്ദം കേൾക്കുന്ന, ഈ ശബ്ദം കേട്ട് ധർമ്മസമരത്തിന്റെ സംഗമത്തിന്റെ ഭാഗമാകുന്ന രക്ഷിതാക്കളുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, വ്യത്യസ്ത സംഘടനയുടെ ഭാരവാഹികളുണ്ട്, മഹല്ല് ഭാരവാഹികളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, മതപ്രസ്ഥാനങ്ങളുടെ മേധാവികളും പ്രവർത്തകരുമുണ്ട്. അവരോടൊക്കെയും ഈ വിഷയത്തിൽ പറയാനുള്ള സന്ദേശ കൈമാറ്റമാണ് കേരളത്തിലെ അങ്ങാടികളിൽ, ഗ്രാമങ്ങളിൽ വിസ്ഡം സ്റ്റുഡൻസ് ഈ ധർമ്മസമര സംഗമത്തിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മളെ ആരെയും ബാധിക്കില്ല എന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും പ്രായത്തിലുള്ള, ഏതെങ്കിലും സാഹചര്യത്തിലുള്ള ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതൊരു മിഥ്യയായ ധാരണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും തിരുത്തുകയും വേണം. നോക്കൂ, ലഹരിക്ക് അടിമപ്പെട്ട, അതും വിശേഷിച്ച് സിന്തറ്റിക് ലഹരികളെ പോലെയുള്ള ലഹരികളിൽ അടിമപ്പെട്ട ആളുകളുടെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ വെറും 3% മാത്രമാണ് സ്വബോധത്തിൽ, ബോധപൂർവം ഇത്തരം ലഹരി ഒന്ന് ആസ്വദിക്കണമെന്ന ആഗ്രഹത്തിൽ അത്തരം തുരുത്തിൽ വന്ന്, അത്തരം ചുഴിയിൽ ചെന്ന് പതിച്ചിട്ടുള്ളത് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. 74% വരുന്ന ആളുകൾ ബോധപൂർവമോ ഇഷ്ടപ്പെട്ടോ ഇത്തരം മേഖലയിലേക്ക്, ലഹരിയുടെ ചതിക്കുഴിയിൽ എത്തിയവരല്ല, മറിച്ച് പിയർ ഗ്രൂപ്പ് പ്രഷറിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ ഈ ലഹരി ആസ്വദിക്കുന്നത് എന്നതാണ് കണക്കുകൾ പറയുന്നത്. അഥവാ സൗഹൃദം കൂടുന്ന സമയത്ത് ഇത്തിരിയൊന്ന് ആസ്വദിക്കാനും ഇതൊന്ന് രുചിച്ചു നോക്കാനും കൗതുകത്തിന്റെ പുറത്ത് ഇതൊന്ന് ആസ്വദിച്ചു നോക്കാനും ഒക്കെ നടത്തുന്ന അറ്റംപ്റ്റുകളുടെ ചെറിയ ചെറിയ അംശങ്ങളാണ് പിന്നീട് കരകയറി വരാൻ കഴിയാത്ത വിധത്തിലുള്ള ലഹരിയുടെ തുരുത്തിലേക്കും പ്രശ്നത്തിലേക്കും എത്തുന്നത് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. ആക്സസിബിലിറ്റി കഴിഞ്ഞ കാലത്തെക്കാളൊക്കെയും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ലഹരിയുടെ ഹബ്ബായി അറിയപ്പെടുന്ന ഏതെങ്കിലും അങ്ങാടികളിലോ കടകളിലോ ചെന്നാൽ മാത്രമല്ല ഇത്തരം സംഗതികൾ നമ്മുടെ കയ്യിലേക്ക് എത്തുക, മറിച്ച് വളരെ സിമ്പിളായി നമ്മുടെ കുട്ടികൾ കളിക്കുന്ന കളിക്കളത്തിന്റെ ഓരങ്ങളിൽ ഇത് കച്ചവടം ചെയ്യപ്പെടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആക്സസിബിലിറ്റി കൂടിയ
അതുപോലെ തന്നെ ഒരിക്കലും പെടില്ല എന്ന് വിചാരിച്ചവർ, മധ്യവയസ്കർ, യുവാക്കൾ എല്ലാവരും പെട്ടുപോകുന്ന ഈ ചുഴിയിൽ ഞാൻ ഒരു സേഫ് സോണിലാണ് എന്ന അമിത ആത്മവിശ്വാസം സ്വന്തത്തിന്റെ കാര്യത്തിലോ വീട്ടിലുള്ള കുട്ടികളുടെ കാര്യത്തിലോ ആരെങ്കിലും വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ തുടങ്ങാനുള്ള സാഹചര്യം കോപ്യമാണ് എന്ന തിരിച്ചറിവോടുകൂടെ ജാഗ്രതയുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ആരും സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ എല്ലാവരെയും സംശയത്തിന്റെ കണ്ണിൽ കാണണമെന്നുമല്ല പറയുന്നത്. പക്ഷെ ഒരു ജാഗ്രത നമുക്കുണ്ടാകണം. തെറ്റിന്റെ അംശത്തെയും സംശയത്തിന്റെ നിഴലിനെയും കണ്ടാൽ അതില്ല എന്ന് ബോധ്യപ്പെടുത്ത് ഉത്തരവാദിത്വം അത് രക്ഷിതാക്കൾക്കുണ്ട്. ഏതെങ്കിലും നിലക്ക് കുറ്റവാളികളെ സംരക്ഷിക്കുക എന്നത് മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ സ്കൂളുകളുടെയോ അധികാരികളുടെയോ ഒന്നും ഒരു ലാഞ്ചനയുണ്ടാകാൻ പാടില്ല എന്നത് വെറുതെ കണക്കുകൂട്ടി പറയുന്നതല്ല. കേരളത്തിലെ മുഴുവൻ മനസ്സാക്ഷിയുള്ളവരെയും നെട്ടിച്ച വെഞ്ഞാറമൂട് കൊലപാതകം ഇവിടെ നേരെ പരാമർശിക്കുകയുണ്ടായി. ആ വാർത്ത കേട്ട് ഒന്ന് കണ്ണടച്ചു പിടിച്ച് അന്ധകാരത്തിൽ നിന്ന് ബോധം പോകാതെ അല്ലെങ്കിൽ സ്വബോധത്തിൽ നിന്ന് ഒരനക്കമെങ്കിലും മയങ്ങിയിട്ടില്ലാത്ത ആരാണ് ഈ ശബ്ദം കേൾക്കുന്നത്? നമ്മളൊക്കെ വലിയ വേദനയോടുകൂടെയാണ്, ബേജാറോടുകൂടെയാണ് ആ വാർത്തയുടെ ഓരോ നിമിഷങ്ങളെ കുറിച്ചും അറിയുകയും കേൾക്കുകയും ചെയ്തത്. സ്വന്തം ഉമ്മയെ ആയുധം കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് കുളിച്ചു വസ്ത്രം മാറി പോലീസ് സ്റ്റേഷനിലേക്ക് ആ യുവാവ് കയറി ചെന്നിട്ടുള്ളത്. അങ്ങനെ ഉമ്മയെയും സ്വന്തം അനുജനെയും സ്വന്തം പെൺസുഹൃത്തിനെയും ഒക്കെ കുരുതിക്ക് കൊടുത്തതിന്റെ ശേഷം ഇങ്ങനെ ചെയ്തിട്ടുള്ള മകനെ കുറിച്ച് ആ മകന്റെ അമ്മ 3 ദിവസത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മളൊക്കെ കേട്ടു. എന്റെ മകൻ നിരപരാധിയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് കൈച്ചലാക്കി തരണമെന്ന് പറയുന്ന ഉമ്മയുടെ വിശ്വസ് കണ്ട് എത്രത്തോളമാണ് ഒരു കുട്ടിയെ ഉമ്മ സ്നേഹിക്കുന്നത്, സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ വറ്റാത്ത ഉറവയെന്നൊക്കെ സാഹിത്യത്തിന്റെ ഭാഷയിൽ നമുക്ക് പറയാൻ ഒരു പക്ഷെ തോന്നാം. അല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുത്തി മനസ്സിലാക്കേണ്ടത് ഒരു കുറ്റവാളിയാണ് എന്ന് സ്വന്തത്തെ തന്നെ അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച മകനെയും ആ ഘട്ടത്തിലും തള്ളിപ്പറയാനോ കുറ്റപ്പെടുത്താനോ കുറ്റം സമ്മതിക്കാനോ സാധിക്കാത്ത വിധത്തിലുള്ള രക്ഷാകർതൃത്വം വലിയ അപകടകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സാമൂഹ്യ പ്രവർത്തകരായ ആളുകൾക്ക് പരിചയമുണ്ടാകും. നിങ്ങളെ മകനെ കാണാൻ പാടില്ലാത്തത് കണ്ടു, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നത് കണ്ടു എന്ന സംശയാസ്പദമായ കാര്യങ്ങൾ ഏതെങ്കിലും രക്ഷിതാക്കളോട് റിപ്പോർട്ട് ചെയ്താൽ അതിനെ ആ പറഞ്ഞവരെ കുറ്റപ്പെടുത്തി പറയുന്ന സംസാരമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് ആ കുട്ടിയുടെയും രക്ഷാകർതൃത്വത്തിന്റെയും മാതൃകയല്ല നമുക്കുണ്ടാകേണ്ടത്. സംശയത്തിന്റെ നിഴല് കണ്ടാൽ പരിശോധിച്ചുറപ്പുവരുത്താനാണ് നമുക്ക് സാധിക്കേണ്ടത്. ജാഗ്രത ആ വിഷയത്തിൽ നമുക്ക് കാണിക്കണമെന്നർത്ഥം. ഈ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളോട് നമ്മുടെ വീട്ടിൽ ഇതിന്റെ ബാധ്യതയുണ്ട്. നമുക്ക് അങ്ങാടിയിൽ നിന്ന് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പ്രസംഗിച്ച് പിരിഞ്ഞു പോകാം. പക്ഷേ നമ്മൾ ഓരോരുത്തരുമുള്ള സാമൂഹ്യ ഘടനയുടെ അടിസ്ഥാന ശാഖയായ കുടുംബം, അവിടെയാണ് ഇതിന് ഏറ്റവും വലിയ വേലിക്കെട്ടുകൾ തീർക്കേണ്ടത്. രക്ഷിതാക്കൾക്ക് തളയ്ക്കാൻ കഴിയുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആ ഫോഴ്സിൽ ഇവിടെയുള്ള ഒരു സംവിധാനത്തിനും നിയമ സംവിധാനങ്ങൾക്കും തടുക്കുക സാധ്യമല്ല. മകന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ അത് തിരിച്ചറിയാൻ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം എന്നത് ഇവിടെ മുൻപേ നടന്ന ചർച്ചകളിലൊക്കെ സൂചിപ്പിക്കപ്പെട്ടു. ഒരു കാര്യം മാത്രം പറഞ്ഞ് ആ വിഷയം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം മകന് അല്ലെങ്കിൽ മകൾക്ക് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഏറ്റവും വിശ്വാസപൂർവ്വം വന്ന് പറയാൻ പറ്റുന്ന ഒരു മടിത്തട്ടായി വീട്ടിലെ സാഹചര്യം മാറുന്നില്ല എങ്കിൽ ഉമ്മയെയും ഉപ്പയെയും അമ്മയെയും അച്ഛനെയും വിശ്വാസത്തിന്റെ കണക്കിലെടുക്കാൻ മക്കൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരു സൗഹൃദത്തിന്റെ വർത്തമാനവും കുശലാന്വേഷണത്തിന്റെയും സ്പേസ് നമ്മുടെ കുടുംബങ്ങളിലില്ല എങ്കിൽ അത് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ലഹരിയിലേക്ക് എത്തുന്നതിന്റെ മറ്റൊരു മാർഗമെന്ന് ഇവിടെ ആ രംഗത്ത് പ്രവർത്തിച്ച ആളുകൾ തന്നെ കണക്കും അനുഭവം വെച്ച് നമ്മുടെ മുന്നിൽ വിവരിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷാധികാരികളെ സംബന്ധിച്ച്, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള ഉത്തരവാദിത്തം തന്റെ മക്കളുടെ കാര്യങ്ങളിൽ കൈ കഴുകാനല്ല, ചേർത്ത് പിടിക്കാൻ, കുറ്റപ്പെടുത്താനല്ല, പരിഹരിച്ചു പോകാൻ, അവരുടെ ഏത് പ്രശ്നങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന സൗഹൃദത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ വീടിന്റെ പുറത്ത് നമ്മൾ കെട്ടുന്ന വേലിക്കെട്ടിനോളം വരില്ല മറ്റേത് പ്രതിരോധവുമെന്ന് തിരിച്ചറിഞ്ഞ് തീരുമാനിച്ച് അത്തരം ചില സ്റ്റെപ്പുകൾ എടുത്താകണം ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമുക്കൊരു പക്ഷെ തോന്നാം, മുമ്പും ഇവിടെ കൊലപാതകങ്ങളുണ്ട്, മുമ്പും ഇവിടെ ലഹരി പദാർത്ഥങ്ങളുണ്ട്, മുമ്പും ഇവിടെ മദ്യപിക്കുന്ന ആളുകളുണ്ട്. കാലഘട്ടത്തിന്റെ മുന്നോട്ട് പോക്കിനനുസരിച്ച് അതൊക്കെ വർദ്ധിച്ചിട്ടുമുണ്ട്. മുമ്പത്തെ കാലത്ത് ഇത്ര വിധത്തിലുള്ള വാർത്താ പ്രസരണമില്ലാത്ത കാലഘട്ടത്തിൽ പലതൊന്നും നാട്ടുകാരെ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോൾ അറിയുന്ന കാലഘട്ടമാകുന്നത് കൊണ്ട് വിവരം നമ്മൾ അറിയുന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഭീകരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ
പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനെ തിരുത്തി വാഴിക്കേണ്ടത് മുമ്പും കൊലപാതകങ്ങളുണ്ട്, മുമ്പും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമുണ്ട്, മുമ്പും വിദ്യാർത്ഥികൾക്കിടയിൽ തല്ലും വഴക്കും ഉണ്ടായിട്ടുണ്ട്, മുമ്പും വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയത്തിന്റെയും മറ്റും കാരണങ്ങളാൽ കൊലപാതകങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ആദർശവൽക്കരിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് ഈ കാലഘട്ടത്തിൽ നിന്നുള്ള വ്യത്യാസം. കൊല്ലുന്നവന്റെയും ലഹരി ഉപയോഗിക്കുന്നവന്റെയും അടിച്ചു വീഴ്ത്തുന്നവന്റെയും ഒക്കെ ഉള്ളിൽ ഒരു കുറ്റബോധം എക്കാലത്ത് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ചെയ്യുന്നത് തെറ്റാണ്, ധാർമ്മികമായി ശരിയല്ല എന്ന ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് നൈമിഷികമായ സുഖത്തിന്റെയും നൈമിഷികമായ വൈകാരിക പൂർത്തീകരണത്തിനും വേണ്ടി ആളുകൾ തിന്മ ചെയ്യുമായിരുന്നതെങ്കിൽ, അക്രമങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇന്ന് സാഹചര്യം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കാര്യത്തിലേക്ക് വന്നാൽ കുറ്റകൃത്യങ്ങൾ ആദർശവൽക്കരിക്കപ്പെട്ടു എന്നത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണണം. അങ്ങാടിയിൽ കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കണ്ടാൽ ഞാൻ ആ വിദ്യാർത്ഥിയെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് ശിക്ഷണത്തിന്റെ വാശിയിൽ അവനെ ഗുണദോഷിക്കാൻ അധ്യാപകർക്കുണ്ടായിരുന്ന ഒരു ധൈര്യവും അവർ കാണിച്ചതൊരു സാമൂഹ്യ ഉത്തരവാദിത്വവും ഇന്ന് കാണിക്കാൻ ഏതെങ്കിലും ഒരു അധ്യാപകൻ മെനക്കെട്ടാൽ, മീശ മുളച്ചിട്ടില്ലാത്ത ഒരുപക്ഷെ മലയാളം എഴുതിയാൽ ഇപ്പോഴും തെറ്റുന്ന വിദ്യാർത്ഥി അക്ഷരം തെറ്റാതെ അധ്യാപകന്റെ മുഖത്ത് നോക്കി പറയും, നിങ്ങൾ വാപ്പന്റെ പണിയെടുക്കണ്ട, അധ്യാപകന്റെ പണിയെടുത്താൽ മതിയെന്ന്. എന്റെ സന്തോഷത്തിൽ കൈയിടാൻ നിങ്ങൾ വരണ്ട എന്ന് ധാർമ്മികപരമായ കാര്യങ്ങളിൽ ഗുണദോഷിക്കുന്ന മാതാപിതാക്കളോട് ചെറിയ കുട്ടികളടക്കം പറഞ്ഞു തുടങ്ങുന്നു. എന്റെ ജീവിതം എന്റെ തീരുമാനങ്ങളാണ് എന്ന് വിദ്യാർത്ഥികൾ അവരുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ കുറിച്ചു വെക്കുന്നത് കേവലം വാചകങ്ങളല്ല, അവർക്ക് നൽകപ്പെടുന്ന, അവർ കാണുന്ന, അവർ വിഹരിക്കുന്ന സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നിന്ന് അവർ ഉൾക്കൊള്ളുന്ന ആദർശമായി അത് മാറി എന്നതിനെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതുണ്ട്. മൈ ബോഡി മൈ റൈറ്റ് എന്നാണ് മുദ്രാവാക്യമായി വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ പറയുന്നത്. എന്റെ ശരീരം എന്റെ അവകാശമാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വ്യക്തിപരമായ അവകാശത്തെ ഹനിക്കാത്തിടത്തോളം കാലം എന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഏതിനെയും ചോദ്യം ചെയ്യാൻ, എന്റെ സന്തോഷത്തിന് വിഘടിതമായി നിൽക്കാൻ നിങ്ങൾക്കൊരാൾക്കും, അത് വാപ്പയായാലും അധ്യാപകനായാലും ഭരണാധികാരിയായാലും അവകാശം തന്നിട്ടില്ല എന്ന ആദർശവൽക്കരിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളെയാണ് നമ്മൾ നന്നായി ഭയക്കേണ്ടത്. ഇവിടെ ഉത്തരവാദിത്തങ്ങളോട് വിദ്യാർത്ഥികൾക്ക് യാതൊരു നിലക്കുള്ള താല്പര്യങ്ങളില്ല. അതുപോലെ തന്നെ ബന്ധങ്ങൾക്ക് വിലയില്ല. അധ്യാപകനായാലും രക്ഷിതാക്കളായാലും മുതിർന്നവരായാലും അവരോട് വില കാണിക്കേണ്ടതില്ല എന്നും, എന്റെ സന്തോഷങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ വിലങ്ങുതടികളും എനിക്ക് അപഹരിച്ചു പോകാനുള്ളതാണ് എന്ന ഒരു ആദർശം ഇവിടെ പിന്നെ വളർന്നു വന്നിട്ടുണ്ട്. കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും ദുഷിച്ച വ്യവസ്ഥയാണ് എന്ന് വിദ്യാർത്ഥികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഏതെങ്കിലും പുസ്തകത്തിലൂടെ മാത്രമല്ല, വാചകങ്ങളിലൂടെ മാത്രമല്ല, ക്ലാസുകളിലൂടെ മാത്രമല്ല. അവരിത് ഉൾക്കൊള്ളുന്നത് നിങ്ങൾ അറിയുമോ? കേരളത്തിൽ 2023-24 വർഷത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള സിനിമ നിർമ്മിച്ച ഒരു സംവിധായകരിൽപ്പെട്ട ഒരാളാണ് ജിയോ ബേബി എന്ന് പറയുന്ന ഒരു സിനിമാ സംവിധായകൻ. ഈ ശബ്ദം കേൾക്കുന്ന എത്ര ആളുകളാണ് അയാൾ നിർമ്മിച്ചിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ ആസ്വാദനത്തിന് വേണ്ടി 2, 3, 4 തവണ കണ്ടത്? 60-70 രൂപ കൊടുത്ത് കുടുംബസമേതമായി വരി നിന്ന് തിയേറ്ററിൽ പോയി ഇവരുണ്ടാക്കിയ എന്റർടൈൻമെന്റ് സിനിമകൾ കണ്ടിറങ്ങിയത്. ഈ അടുത്ത് അയാൾ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അയാൾ പറയുന്ന വാചകത്തെ ഗൗരവപൂർവ്വം എടുത്ത് സിനിമയും കളിയും തമാശയുമല്ല, അഭിനയവുമല്ല, അവർക്കതിന് അജണ്ടകളുണ്ട് എന്ന് തിരിച്ചറിയാനും ആദർശവൽക്കരിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് ഇവരൊക്കെ പ്രതികളാണ് എന്നും തിരിച്ചറിയാൻ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളെ ഗൗരവപൂർവ്വം നമ്മൾ തയ്യാറാകണം. കുടുംബം എന്ന് പറയുന്നത് ദുഷിച്ച വ്യവസ്ഥിതിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. മാത്രമല്ല, അദ്ദേഹം നിർമ്മിക്കുന്ന സംവിധാനം ചെയ്യുന്ന സിനിമകൾ കണ്ട് കേരളത്തിൽ ബന്ധവിച്ഛേദനമാകുന്ന ഡിവോഴ്സ് റേറ്റ് കൂടിയാൽ അതാണ് എന്റെ പ്രൊഫഷനിലെ ഏറ്റവും സന്തോഷകരമായ അവസ്ഥയെന്ന് ഒരു സംവിധായകൻ നാട്ടിനോട് പറയുകയും അതിനനുസൃതമായി സിനിമ പിടിക്കുകയും അത് ജനങ്ങൾക്ക് കാണാൻ ഇമ്പം കൊള്ളുന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. നമ്മളാരെങ്കിലും ഇതിന്റെ പിന്നാമ്പുറങ്ങളെ കുറിച്ച് അറിഞ്ഞോ? സിനിമയുടെ മിനി സ്ക്രീനിൽ മിന്നിമറിയുന്ന വെളിച്ചത്തെ കണ്ട്, അഭിനയത്തിന്റെ തിമിർപ്പുകൾ കണ്ട് നമ്മളൊക്കെ കൈയടിച്ചു, അഭിപ്രായങ്ങൾ പറഞ്ഞു, പുറത്തു വന്ന് അതിന്റെ സംഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. അവർ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ആദർശത്തിന്റെയും അജണ്ടയുടെയും അകക്കാമ്പുകളെ തിരിച്ചറിയാൻ നമ്മൾ സാധിച്ചിട്ടില്ല, നമ്മൾ മെനക്കെട്ടിട്ടില്ല. അതൊരു ഉദാഹരണം മാത്രമാണ്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഈ രൂപത്തിൽ കുറ്റകൃത്യങ്ങളെ നോർമലൈസ് ചെയ്യുന്ന, കുറ്റകൃത്യങ്ങളെ സാമാന്യവൽക്കരിക്കുന്ന, ഹീറോവൽക്കരിക്കുന്ന ആക്ഷൻ സിനിമകളുടെ പശ്ചാത്തലത്തിൽ അത് കണ്ട് അത് അനുകരിക്കുന്ന വിദ്യാർത്ഥികളാണ് താമരശ്ശേരിയിലും വെഞ്ഞാറമൂടിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് അറിയാത്തവരല്ല നമ്മൾ ആരും. അതുകൊണ്ട് ആദർശവൽക്കരിക്കപ്പെട്ട കുറ്റകൃത്യത്തെ വളരെ ഗൗരവത്തോടുകൂടെ കാണാനും അത് ആദർശവൽക്കരിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന്
ബോധപൂർവമായ മാറ്റി നിർത്തവും അവരെ അകറ്റി നിർത്തുകയും ചെയ്യുക എന്ന പക്വതയും കേരളത്തിലെ മലയാളികൾ, ഈ ശബ്ദം കേൾക്കുന്നവർ തയ്യാറായാൽ ഇത് പ്രതിരോധത്തിന്റെ മാർഗങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സിനിമ മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഇപ്പൊ സിനിമയിലെ സെലിബ്രിറ്റീസിനേക്കാൾ കൂടുതൽ ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുന്ന ആളുകളാണ് സോ കോൾഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. നിങ്ങൾക്കല്ല, ഞാനൊരു വാചകം പറഞ്ഞാൽ മുഖം തെളിഞ്ഞു വരുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന പ്രത്യേകിച്ചും വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളിൽ പെടുന്ന എല്ലാവർക്കും തെളിഞ്ഞു വരുന്ന ഒരു ചിത്രമുണ്ട്. അതെന്താ? ആധുനിക പുരുഷൻ എന്നാണ് കേരളത്തിലെ പ്രഗത്ഭരായ മീഡിയകൾ പോലും ആ വൃത്തികെട്ടവനെ അഭിസംബോധന ചെയ്ത് കൊണ്ടുവന്നിരുത്തി ആളുകളോട് സംവദിക്കാനുള്ള വേദികൾ ഒരുക്കി കൊടുത്തത്. എന്താണ് ആധുനിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? ആ ടാഗ് ലൈനോടുകൂടെ അദ്ദേഹം സംസാരിക്കുന്ന സംസാരങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ മീഡിയ കൊടുക്കുന്ന വിലാസം എന്താണ്? അയാൾ പറയുന്ന ആദർശത്തിന്റെയും അയാൾ തുപ്പിവെക്കുന്ന, അയാൾ ഛർദ്ദിച്ചു വെക്കുന്ന വൃത്തികേടുകളും അനുകരിക്കുന്നവരെ നമ്മളാണ് ആധുനികതയുടെ വക്താക്കളെന്ന സന്ദേശമല്ലേ അവർ കൊടുക്കുന്നത്. എന്നിട്ട് ആളുകളുടെ മുഖത്ത് നോക്കി പൊതു പ്ലാറ്റ്ഫോമുകളിൽ പറയുന്ന വാചകങ്ങൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടെ ഇവിടുത്തെ സിന്തറ്റിക് ലഹരിയായ MDMA-ക്കെതിരെ പോരാടുമ്പോൾ വിദ്യാർത്ഥികൾക്ക് MDMA ഉപയോഗിക്കേണ്ടതിന്റെ മാർഗരേഖ പഠിപ്പിക്കുന്നതാണ് ആധുനികത എന്ന് പറയുന്ന വ്യക്തിയെ ആധുനിക പുരുഷനെന്നല്ല കൊടും ക്രിമിനൽ എന്ന് പറയാനാണ് ഉത്തരവാദിത്വത്തോടുകൂടെ ഈ വേദിയെ ഉപയോഗപ്പെടുത്തുന്നത്. അത് അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയുടെ വ്യത്യസ്തങ്ങളായ ആദർശങ്ങൾ നമ്മുടെ നാട്ടിലെ യുവാക്കളും മീഡിയകളും ഒക്കെ അതൊരു ആധുനികതയുടെ ചിത്രമായി ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതുപോലെ അനുകരിക്കാൻ വേണ്ടി ആളുകളോട് സംവദിക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് ഉത്തേജനം കൊടുക്കുക. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയാതെ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ സ്ക്രീനുകളിലൂടെ മിന്നിമറിഞ്ഞു പോകുന്ന ഒന്നാമത്തെ പ്രതികൾ. അത് കൊടുക്കുന്നവരല്ല, വിതരണം ചെയ്യുന്നവരല്ല, ഇതിന്റെ ആശയ പരിസരം കുരുന്നുകളുടെയും യുവാക്കളുടെയും മനസ്സിൽ കൊത്തിവെക്കുന്നവരാണ് എന്ന ആ പ്രതികളെ നമ്മൾ തിരിച്ചറിയാൻ ഈ ഘട്ടം ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ രണ്ട് രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുണ്ട്. നിയമവൽക്കരിക്കപ്പെട്ടതുമുണ്ട്, നിയമവിധേയമല്ലാത്ത നിയമത്തിന്റെ കണ്ണാൽ ശിക്ഷ കിട്ടുന്നതുമായ ലഹരി പദാർത്ഥങ്ങളുണ്ട്. മദ്യം നിയമവിധേന നമ്മുടെ നാട്ടിൽ വിൽക്കപ്പെടുന്ന ലഹരി പദാർത്ഥമാണ്. സിഗരറ്റ് നിയമവിധേനയായി ആളുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലഹരി പദാർത്ഥമാണ്. എന്നാൽ കഞ്ചാവ് നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്ന രാസത്തിന് ലഹരി പദാർത്ഥമാണ്. ഈ പറഞ്ഞ അതേ വ്യക്തി ആളുകൾക്ക് മുന്നിൽ വന്ന് ഒരു ഇന്റർവ്യൂവിൽ ഛർദ്ദിച്ചു വെക്കുന്ന വാചകമാണ്, കഞ്ചാവൊക്കെ നിയമവിധേയമാക്കുമ്പോഴാണ് നാടിന് പരിപൂർണമായ ഉത്തരാധുനികതയിലേക്ക് പോകാൻ സാധിക്കുക എന്ന്. പ്രിയപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്നവരെ, ഏത് ഉത്തരാധുനികതയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ഇത് ആധുനികമല്ല, ഇത് പുരോഗമനമല്ല, ഇത് ആധുനിക ജഹാലത്താണ്, ആധുനിക ജാഹിലിയത്താണ്. 7-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും ഒക്കെ കടന്നുപോയ പ്രാകൃതത്തിലേക്ക് യഥാർത്ഥത്തിൽ ചിരിച്ചു കൊണ്ടുപോകുന്നത്, ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അന്ധകാരത്തിലേക്ക് മനുഷ്യരെ ആദർശപരമായി വലിച്ചു കൊണ്ടുപോകുന്നത് ഏത് വിഭാഗമാണ് എന്ന് തിരിച്ചറിയാനും അവരെ ഒറ്റപ്പെടുത്താനും സാമൂഹ്യമായ ഭ്രഷ്ടുകൾ അവരെ ഏർപ്പെടുത്തുവാനും നമ്മൾ തയ്യാറാകണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇതിനെ കൂട്ടായി പരിഹരിക്കണമെന്നതിൽ തർക്കമില്ല. വിദ്യാർത്ഥികളെ കുറിച്ച്, അതും പ്രത്യേകിച്ച് ആൽഫ ജെൻസി ജനറേഷനിൽപ്പെട്ട വിദ്യാർത്ഥികളെ കുറിച്ച് അവരുണ്ടാക്കുന്ന തല്ലുകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. മാതാപിതാക്കളോടും ബന്ധുക്കളോടും ഉത്തരവാദിത്തപ്പെട്ടവരോടും കയറി സംസാരിക്കുന്നവരുടെ വിഷ്വലുകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇത്തരം ആദർശ ചിന്താ പരിസരങ്ങളോട് ധാർമ്മികമായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥിത്വം ക്യാമ്പസുകളിലുണ്ട്, സ്കൂളുകളിലുണ്ട്, നമ്മുടെ അത്തോളിയുടെ പരിസരങ്ങളിലുണ്ട്. നിങ്ങൾ അറിയുമോ, ഇക്കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് കേരളത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, യതീമുകളായ അനാഥകളായ മക്കളുണ്ട്. 2-3 പെരുന്നാളുകൾക്ക് വസ്ത്രമെടുക്കാൻ കഴിയാതെ കോമാ സ്റ്റേജിൽ കിടക്കുന്ന തന്റെ പിതാവ് സമ്പാദിച്ചു കൊണ്ടുവന്ന് ഒരു വസ്ത്രം ധരിച്ചിട്ട് 2-3 പെരുന്നാളായ കുരുന്നുകളുണ്ട്. അവരുടെ മുഖത്ത് ഈ പെരുന്നാളിൽ സന്തോഷത്തിന്റെ പുഞ്ചിരി വിളർത്തി അവർക്ക് വേണ്ട പുതുവസ്ത്രമെടുക്കാൻ, അതും ഏതെങ്കിലും ഒരു സദസ്സിൽ നിന്ന് അവരുടെ അഭിമാനത്തെ പിച്ചിച്ചിന്തി കവർ കൊടുത്ത് ഫോട്ടോ പിടിക്കുന്ന ഏർപ്പാടല്ല ചാരിറ്റിയായി ഈ സംഘടന ചെയ്തത്. മറിച്ച് വിദ്യാർത്ഥികൾക്ക് അവരുടെ ആത്മാഭിമാനം സംരക്ഷിച്ച് കോഴിക്കോട് പട്ടണത്തിലെ ശോഭിക എന്ന് പറയുന്ന ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു മിഡിൽ ക്ലാസ് ലെവലുള്ള ആളുകൾ അവരുടെ മക്കളെയും കൊണ്ട് വസ്ത്രം എടുക്കാൻ പോകുന്ന അതേ കഥയിലേക്ക് അനാഥകളായവർ, അശരണരായവർ അവർ ഒരു കൂപ്പണും ചെന്ന് ആ ടെക്സ്റ്റൈൽസിലേക്ക് ചെല്ലുന്നു.
എന്നിട്ട് കൂപ്പൺ കൊടുത്ത് റാക്കുകളിൽ നിന്ന് ഇഷ്ടപ്പെട്ട വസ്ത്രം ചൂണ്ടിക്കാട്ടി അത് വേണമെന്ന് അവരുടെ സമപ്രായക്കാരായ ആളുകൾ അവരുടെ ഉപ്പമാരുടെ കൂടെ പോകുന്നത് പോലെ തന്നെ അനാഥരായ മക്കൾ കടയിൽ ചെന്ന് തെരഞ്ഞെടുത്ത വസ്ത്രവും വാങ്ങി ആത്മാഭിമാനബോധം ആരുടെയും മുന്നിൽ പണയം വെക്കാതെ ഈ പെരുന്നാളിന് വസ്ത്രം ധരിച്ചത് ലക്ഷക്കണക്കിന് കേരളത്തിലെ കുരുന്നുമക്കളാണ്. നിങ്ങൾ അറിയുമോ, ആ കുരുന്നുമക്കൾക്ക് വേണ്ടി വസ്ത്രം കൊടുക്കാൻ പണമുള്ളവരിൽ നിന്ന് പണം സ്വരൂപിച്ച് വ്യക്തമായ ട്രാൻസ്പെറൻസിയോടുകൂടെ ഇത്തരം പ്രക്രിയകളെ പൂർത്തീകരിച്ചത് നമ്മൾ പരാതികളും പരിമിതികളും പരിതാപങ്ങളും നടത്തുന്ന ഇതേ ജനറേഷനിലെ വിസ്റ്റം സ്റ്റുഡൻസിന്റെ എന്റെ സഹപ്രവർത്തകരാണ്. ഈ അത്തോളിയിലും വളരെ മനോഹരമായി ഈ വിസ്വ എന്ന പ്രൊജക്ട് പൂർത്തിയാക്കി നിങ്ങൾ പരിതപിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, അശരണരുടെയും സഹപാഠികളുടെയും കഴുത്തറുത്ത് തലക്കടിച്ചു കൊല്ലുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, കണ്ണീരൊപ്പാൻ വേണ്ടി തന്റെ സമയത്തെയും അധ്വാനത്തെയും ചെലവഴിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട് എന്ന് ഈ കഴിഞ്ഞ കാലം ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥികാലം എന്ന ശീർഷകത്തിൽ നമ്മൾ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ഇവിടെ നാടിന് മുന്നിൽ മാതൃകയായി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അവർ ഈ ആശയ പോരാട്ടത്തിലുണ്ട്, അവർ ഈ നാട്ടിലെ അശരണരുടെ കൂടെയുണ്ട്. കഴിഞ്ഞ റമദാനിൽ ഈ അത്തോളിയിലെ തന്നെ വഴിയോരങ്ങളിൽ റമദാനിന്റെ സമയത്ത് നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് എത്താതെ വഴിയിൽ ബുദ്ധിമുട്ടിപ്പോയവരുടെ മുന്നിൽ ഒരു കാരക്കയും ഒരു കഷ്ണം പിന്നെ ഫ്രൂട്ടും അത് ഒരു കട്ട് ഫ്രൂട്ടും ഒരു വെള്ളവും തന്നെ പിടിച്ച് ഒരു ദിവസവും സ്വന്തം വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കാൻ കഴിയാതെ വഴിയോരങ്ങളിൽ വഴിയാത്രക്കാരെ കാത്തുനിന്ന ഒരു ധാർമ്മികതയുടെ വിദ്യാർത്ഥിത്വത്തെ കുറിച്ച് വിസ്റ്റം സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട്, ആളുകളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാനുണ്ട്. ചേർന്ന് നിന്ന പ്രതിരോധം ഇത് വിദ്യാർത്ഥികൾ ഇവിടെ കാണിക്കുകയാണ്. ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്നത് ത്രാസൊപ്പിച്ചു പറയാൻ വേണ്ടി ഞങ്ങൾ തെരഞ്ഞെടുത്തൊരു മുദ്രാവാക്യമായിരുന്നില്ല, മറിച്ച് 2024 ഓഗസ്റ്റ് 25 ഇത്തരം ഒരു പ്രമേയം പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പ്രവർത്തനവുമായി ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വഷളായ ഒരു സാമൂഹ്യ കാലാവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പിടി വിദ്യാർത്ഥികളെ ആദർശബോധത്തിലൂടെ വളർത്തിയെടുക്കുന്നു. പിയർ ഗ്രൂപ്പ് പ്രഷറിലൂടെ ഏതൊക്കെയോ ലഹരി പദാർത്ഥങ്ങളിലേക്ക്, സിന്തറ്റിക് ലഹരികളിലേക്ക് വിദ്യാർത്ഥികൾ അടിമപ്പെട്ടു പോകുമ്പോൾ അല്ല, സഹപാഠിയുടെ കണ്ണീരൊപ്പിയതിന്റെ കൃതജ്ഞതയോടുകൂടെ ആത്മനിർവൃതിയോടുകൂടെ കിടന്നുറങ്ങുന്ന വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്താൻ, അത് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചു. സൗഹൃദം വല്ലാത്തൊരു ഘടകമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ആദർശബന്ധിതമായ ഒരു സൗഹൃദത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ വളർത്തിയെടുക്കാനാണ് ഈ സംഘവും ഈ സമ്മേളനവും ഇതിന്റെ യാത്രയിൽ ഉടനീളം നമ്മൾ പരിശ്രമിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 കാര്യങ്ങൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു ഭാഗത്ത് നമ്മളൊക്കെ പരിതപിക്കുന്ന വിധത്തിലുള്ള വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളെ തന്നെ നന്മയുടെയും ധാർമ്മികതയുടെയും പക്ഷത്ത് ഒരുമിച്ച് കൂട്ടി നിർത്താൻ ഈ കൂട്ടായ്മക്ക് സാധിക്കുന്നത് എന്നതിന്റെ 3 ഉത്തരങ്ങളുണ്ട്. ഒന്ന്, ആദർശബോധം ഈ വിദ്യാർത്ഥികൾക്കുണ്ട് എന്നതാണ്. മഹാനായ ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഖലീഫയായ ഭരണാധികാരിയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നാട്ടിലൂടെ വേഷം മാറി സഞ്ചരിക്കും. ആളുകളുടെ ക്ഷേമ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഖലീഫയുടെ വസ്ത്രം അഴിച്ചു വെച്ച് സാധാരണക്കാരന്റെ വേഷം ധരിച്ച് അങ്ങാടിയിലൂടെ രാത്രി നടക്കുന്ന സ്വഭാവമുള്ള ഖലീഫ ഒരിക്കൽ ഒരു വീട്ടിൽ നിന്ന് പതിഞ്ഞ സ്വരത്തിലെ സംസാരത്തെ പുറത്തു കേൾക്കാൻ ഇടയാവുകയാണ്. പാല് വിൽക്കുന്ന കുടുംബം ഉമ്മ തന്റെ മകളോട് നിഷ്കർഷിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്, ആ പാലിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് കൊള്ളലാഭം കിട്ടുമെങ്കിൽ ആ ലാഭം കൊണ്ട് നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ ഒരു കപ്പ് വെള്ളമൊഴിച്ച് ആ പാലിലേക്ക് ഒഴിച്ച് കൂടുതൽ വിറ്റ് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് ഒരു മകളെ പറഞ്ഞ് പ്രചോദിപ്പിക്കുമ്പോൾ, അല്ല ഉമ്മ, നമ്മൾ ചേർക്കുന്ന വെള്ളത്തെക്കുറിച്ച് ഇത് വാങ്ങുന്ന ഉപഭോക്താവ് അറിഞ്ഞില്ല എന്ന് വരാം. ഈ രാത്രിയുടെ കൂരിരുട്ടിൽ നമ്മൾ ചെയ്യുന്ന ഈ അതിക്രമം, അന്യായം ഇത് നോക്കാൻ ചുമതലപ്പെട്ട ഖലീഫയുടെ പ്രതിനിധികളോ അറിഞ്ഞില്ല എന്ന് വരാം. പക്ഷേ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് എന്നത് സത്യമാണ്. ആ സൃഷ്ടാവ് കൂരിരുട്ടിലും കറുത്ത പാറയുടെ മേലും ഒരു കട്ടുറുമ്പ് നീങ്ങുമെങ്കിൽ ആ നീക്കത്തെയും അറിയുന്ന ഒരു സൃഷ്ടാവുണ്ട് ഉമ്മ. അതുകൊണ്ട് ഏത് കൂരിരുട്ടിലും ആരും കാണുന്നില്ലെങ്കിലും ഏതെങ്കിലും CCTVയുടെ നിരീക്ഷണ വലയത്തിന് പുറത്തേക്ക് പോയാലും നിയമവ്യവസ്ഥകളുടെ നിരീക്ഷണ പരിധിക്ക് പുറത്തേക്ക് പോയാലും നമ്മുടെ ക്യാമ്പസിലും പരിസരത്തും നമ്മളെ നിരീക്ഷിക്കുന്ന അതോറിറ്റികളുടെ നിരീക്ഷണ പരിധിക്ക് പുറത്തേക്ക് പോയാലും നമ്മെ വീക്ഷിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന ബോധം, ആ ബോധമുള്ള ഒരു വിദ്യാർത്ഥി ഏത് ഇരുളിന്റെ മറവിലും അധാർമികതക്ക് കൂട്ടുനിൽക്കുകയില്ല. ആ ബോധമുള്ള വിദ്യാർത്ഥി ഒരു ഇരുളിന്റെ മറവിലും സഹപാഠിയെ ആക്രമിക്കാൻ മുതിരുകയില്ല. അവർ അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും
അവന്റെ സഹപാഠിയെ അടിച്ചു പരിക്കേൽപ്പിക്കാൻ അവൻ മുതിരുകയില്ല. അങ്ങനെ ആദർശബന്ധിതമായ ഒരു വിദ്യാർത്ഥികളെയാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത് എന്നതാണ് ഈ സംഘത്തിന്റെ പ്രത്യേകത. യഥാർത്ഥത്തിലുള്ള ജീവിതത്തിന്റെ ലഹരി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വിദ്യാർത്ഥികൾക്ക്. സിന്തറ്റിക് ലഹരിയോ അല്ലാത്ത ലഹരിയോ ഉപയോഗിച്ചാൽ നൈമിഷികമായി കിട്ടുന്ന സുഖത്തെ നമ്മളാരും റദ്ദ് ചെയ്യുന്നില്ല, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ വിസ്റ്റം സ്റ്റുഡൻസിന്റെ ഒരു പ്രവർത്തകൻ കേരളത്തിന് പുറത്ത് തെലങ്കാനയിൽ ഈ നേരത്തെ പരാമർശിച്ച പെരുന്നാളിന്റെ പുടമ കൊടുക്കുന്ന ഈദ് കിസ്വ പ്രൊജക്ടിന്റെ കൂപ്പണുമായി ഒരു ഗല്ലിയിലേക്ക് ചെല്ലുന്നു. 3 നിലയിൽ ഫ്ളാറ്റ് ഗവൺമെന്റ് നിർമ്മിച്ചു കൊടുത്തൊരു ഫ്ളാറ്റിന്റെ 3ാമത്തെ നിലയിൽ നിൽക്കുന്ന ഈ പിഞ്ചോമന പെൺകുട്ടിക്ക് കൂപ്പൺ കൊടുത്ത് മടങ്ങി വരുന്ന സമയത്ത് ഒരു കൗതുകത്തിന് നമ്മുടെ പ്രവർത്തകൻ തിരിഞ്ഞു നോക്കി. അവൻ ആ അനുഭവം എഴുതി വെച്ച കുറിപ്പൊന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കൊടുത്ത കൂപ്പണിൽ കൈമാറി ഷോപ്പിൽ നിന്ന് എടുക്കുന്ന പുത്തൻ വസ്ത്രം, കഴിഞ്ഞ വർഷങ്ങളില്ലാത്ത അനുഭവം അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതിന്റെ കൺകുളിർമയിൽ ആ കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള 1000 കണ്ണുകൾ തിളങ്ങുന്നത് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ലഹരി ഇത്തരം അശരണരായ ആളുകളെ പരിചരിക്കുന്നിടത്ത് അതിലൂടെ കിട്ടുന്ന സമാധാനത്തിനും അതിലൂടെ കിട്ടുന്ന സന്തോഷത്തിനും നമ്മുടെ ജീവിതത്തിൽ പകർന്നു തരാൻ സാധിക്കുന്ന ലഹരി അതൊരു സിന്തറ്റിക് ലഹരിക്കും തരാൻ സാധ്യമല്ല എന്ന ജീവിതത്തിന്റെ ഉത്തമവും യഥാർത്ഥവുമായ ലഹരിയാണ് നമ്മൾ വിദ്യാർത്ഥികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ കാര്യം, കൂട്ടായി നിൽക്കുന്നതിന്റെ ഒരു ഗുണമുണ്ട്. ഇനിയിപ്പോ നോക്കൂ സഹോദരങ്ങളെ, ഏതെങ്കിലുമൊക്കെ ഒരു വിദ്യാർത്ഥി അവൻ തീരുമാനിക്കാണ് എന്റെ ചുറ്റുപാടിലുമുള്ള ഇത്തരം അധാർമിക പ്രവർത്തനങ്ങളിൽ ഞാൻ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ നിയമത്തിന്റെ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്നൊരാൾ തീരുമാനിച്ചാൽ അങ്ങനൊന്നും വേണ്ട. ഈ പറയുന്ന അധാർമികത കൂട്ടുകെട്ടിൽ വെറുതെ ഏതൊക്കെയോ കവലകളിൽ നിന്ന് സമയം ചെലവഴിക്കുന്ന അലക്ഷ്യമായി പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകില്ല എന്നും, എന്റെ ആരോഗ്യവും എന്റെ സമയവും അത് ആളുകൾക്ക് ഉപയോഗപ്പെടാനുള്ളതാണ്, എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ സമൂഹത്തിനും സമുദായത്തിനും പ്രയോജനപ്പെടാനുള്ളതാണ് എന്ന ലക്ഷ്യബോധത്തോടുകൂടെ തിരിച്ചറങ്ങിയാൽ സ്വാഭാവികമായും ആ വിദ്യാർത്ഥി അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടുത്തലുണ്ട്. കൂട്ടുകാരിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, സഹപാഠികളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി അധാർമികതയുടെ തുരുത്തിലേക്ക് പോകാൻ നിർബന്ധിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥിത്വങ്ങളല്ല ഈ വിസ്റ്റം സ്റ്റുഡൻസ്. പിന്നെ വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ട് ധാർമ്മിക പരിസരത്ത് ഉറച്ചു നിൽക്കാൻ കഴിയുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒന്നിച്ചു നിൽക്കാൻ ഒരു കൂട്ടായ്മയുണ്ട് എന്നതാണ്. എന്നെ ആരൊക്കെ പരിഹസിച്ചാലും ഈ ലക്ഷ്യബോധത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന ഇക്കാക്കമാരും അനിയന്മാരും ചേർന്ന് ശക്തമായ ഒരു കൂട്ടായ്മയുണ്ട് എന്ന ബോധ്യമാണ് ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും യഥാർത്ഥ ജീവിത ലഹരിയുടെയും ലക്ഷ്യത്തിന്റെയും പിന്നാലെ പോകാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത്. അതാണ് വിസ്റ്റം സ്റ്റുഡൻസ് സമ്മാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സംഗമം തുടങ്ങി ഒട്ടേറെ തവണ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞു, ഈ അധാർമികതയുടെ ആദർശ പരിസരം ഒരുക്കുന്നവർക്കെതിരെ ആദർശ പോരാട്ടം നടത്തി അധാർമികതക്കെതിരെയുള്ള തുരുത്തുകളിലൂടെ നീന്തി ഒറ്റക്കെട്ടായി നിന്ന് ഈ വിദ്യാർത്ഥികാലത്തെ ധർമ്മസമരം കൊണ്ട് പുനർവ്യാഖ്യാനം നടത്തുകയാണ് വിസ്റ്റം സ്റ്റുഡൻസ് എന്ന വിദ്യാർത്ഥി കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രോജ്വലമായ ഒരു സമാപന സംഗമമാണ് വരുന്ന മെയ് മാസത്തിലെ 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളെ, ഈ സംഗമത്തിലൂടെ കടന്നുപോയി മടങ്ങി വരുന്നവർ ഏറ്റെടുത്തു വരുന്ന ഒരു പ്രതിജ്ഞാബദ്ധമായ തീരുമാനമുണ്ട്. അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ലക്ഷ്യബോധത്തിലേക്ക് തിരിച്ചു വരും, നാടിനും സമൂഹത്തിനും സമുദായത്തിനും പ്രയോജനപ്പെടുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് അവർ മടങ്ങി വരും എന്ന പ്രത്യാശയോടുകൂടെ അവിടെ ചെന്നെത്തുന്ന ഒരു വിദ്യാർത്ഥി കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും സമ്മേളിച്ചിട്ടുള്ള 1,00,000 വരുന്ന വിദ്യാർത്ഥികളുടെ സംഗമത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഇല്ല, ഞാൻ ഒറ്റക്കല്ല, ഈ അധാർമികതകൾക്കെതിരെ സംസാരിക്കാൻ, ഈ പിന്നെ ആരൊക്കെയോ അവരുടെ സമ്പത്ത് വീർപ്പിക്കാനും ഇൻകം ജനറേറ്റ് ചെയ്യാനും ഉണ്ടാക്കി തീർക്കുന്ന തിരശീലകൾക്കപ്പുറത്തുള്ള അഴിഞ്ഞാട്ടങ്ങളും അഭിനയത്തിന്റെയും ഒക്കെ പ്രസരിപ്പിന്റെ പിന്നാലെയല്ല, തുടിക്കുന്ന ജീവിതത്തിന്റെ പിന്നാലെയാണ് ഇനി എന്റെ യാത്ര എന്ന് തീരുമാനിച്ചാൽ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കുള്ള നിങ്ങളുടെ കൂടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് 1,00,000-ലധികം വരുന്ന വിദ്യാർത്ഥികളുണ്ട് എന്ന ഉറച്ച ബോധ്യവും തീരുമാനവും എടുത്ത് മടങ്ങിപ്പോരാൻ ധാർമ്മികമായ ശക്തിയും കരുത്തും നിങ്ങൾക്ക് പകർന്നു തരുന്ന ഒരു സംഗമമായി അത് സമ്മേളിക്കും. ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി അത് മാറും. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും, 8ാം ക്ലാസിന്റെ മുകളിലേക്കുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ സംഗമത്തിന്റെ ഭാഗമാകാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാരവാഹി എന്ന നിലക്ക് ക്ഷണിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കൾ, നിങ്ങൾക്ക് 8ാം ക്ലാസ് മുതൽ അങ്ങോട്ട് മുകളിലേക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ധൈര്യസമേതം അത്തോളിയുടെ പരിസരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാഹനങ്ങളിലേക്ക് എത്തിക്കാം. അതൊരു ഉറപ്പായി നിങ്ങൾക്കെടുക്കാം. നിങ്ങൾ
നിങ്ങളുടെ മക്കൾക്ക് മാറാനുള്ള ഒരു പരിസരമുണ്ടെങ്കിൽ അതിനെ ഉത്തേജിപ്പിക്കാൻ പോലും ആദർശത്തെ പരിസരം ഒരുക്കാൻ നമുക്ക് സാധിക്കുമെന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടോളമുള്ള ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലാണ് എന്ന് ചരിത്രത്തെ പരിശോധിക്കുന്നവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ 2025 മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോട് അവിടേക്ക് എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടും ആഹ്വാനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇത്തരമൊരു സംഗമം. രാവിലെ തുടങ്ങി വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലൂടെ ചെന്ന് ആദർശവും സന്ദേശവും കൈമാറി ഈ ഒരു സംഗമമായി ഇവിടെ അവസാനിക്കുകയാണ്. അതിന് മുൻകൈയെടുത്ത എന്റെ സഹപ്രവർത്തകർ, വിസ്ഡം സ്റ്റുഡൻസിന്റെ അത്തോളിയിലെ പ്രവർത്തകർ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെയും വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷന്റെയും എന്റെ സഹപ്രവർത്തകരെ ഇതിന് മുന്നോട്ട് വന്നതിന് അഭിവാദ്യം ചെയ്യുകയാണ്. ഇനിയും കരുത്തോടുകൂടെ ഇത്തരം ഒരു തിന്മക്കെതിരെ പോരാടാൻ ഈ പരിസരങ്ങളിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ പോഷക ഘടകങ്ങളും യഥാർത്ഥ പരിഹാരങ്ങളിലേക്ക് ചൂണ്ടുവിരലുകൾ ചൂണ്ടിക്കൊണ്ട് ദിശ നൽകിക്കൊണ്ട് ഇവിടെ ഉണ്ടാകും. ആ പ്രയത്നങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളുടെയും നിങ്ങളുടെയൊക്കെ ആകുന്ന വിധത്തിലുള്ള സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായുമുള്ള ചേർന്ന് നിൽക്കലുകളും നിങ്ങളുടെ സപ്പോർട്ടും ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ശബ്ദം കേട്ടതിനും ഇതിന്റെ ഭാഗമായതിനുമുള്ള കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഇത്തരം പരിശ്രമങ്ങളെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇനി വരുന്നൊരു തലമുറയെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ കാണാനും പെരുമാറാനും അങ്ങനെ തന്നെ സമുദായത്തിന് ഉപയോഗപ്രദമായ സന്താനങ്ങളാക്കി ഒരു തലമുറയാക്കി തീർക്കുവാനും റഹ്മാനായ റബ്ബെ അത്തരത്തിലുള്ള ഒരു പോരാട്ടത്തെയും നീ സഹായിക്കണേ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഈ അത്താണിയിലെ ഈ ധർമ്മസമര സംഗമം സംഗമത്തിൽ മുഖ്യ സംസാരം നടത്തിയ സഹോദരൻ സഫ്വാൻ മറാമി അലിക്കുമിക്ക് കൃതജ്ഞത അറിയിക്കുകയാണ്. 5:30 മുതൽ ഇവിടെ തുടർന്ന് വരുന്ന ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അവസാനമായി നന്ദി പറയുന്നതിന് വേണ്ടി സബീനെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹിന്റെ അപാരമായ അനുഗ്രഹം എന്നുകൊണ്ട് മാത്രം ഇന്ന് രാവിലെ അത്തോളി പോലീസ് സ്റ്റേഷൻ SIയുടെ ഫ്ലാഗ് ഓഫോടുകൂടി നമുക്ക് ഈ ഒരു ധർമ്മസംഗമത്തിൻ്റെ വാഹന പ്രചാരണം ആരംഭിക്കാൻ സാധിച്ചു. ആ ഒരു സമയം മുതൽ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമായും ഈ ഒരു പാനൽ ഡിസ്കഷനിൽ, ഈ ഒരു പരിപാടിയുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പാനൽ ഡിസ്കഷനിൽ നമ്മളോട് സഹകരിച്ച അതിഥികൾക്കും ഈ ഒരു സമാപന പ്രഭാഷണം നമുക്ക് ഇവിടെ അവതരിപ്പിച്ച സഫ്വാൻ മറാമി അലിക്കമിക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ്. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മൾ ആരംഭിച്ച ഒരു വാഹന പ്രചാരണം ഈ നാളെയും തുടരുന്നതാണ്. എല്ലാവരുടെയും ഒരു പിന്തുണ അതിന് വേണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.